വചനമൊഴി ഡിസംബർ 9. വചനഭാഗം 1 കോറിന്തോസ് 2, 6, 10. ലൂക്കായുടെ സുവിശേഷം 7, 11, 17. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അതിനുശേഷം ഈശോ നായീൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുയാത്ര ചെയ്തു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയൊരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ അമ്മയുടെ ഏകപുത്രനായിരുന്നു. അവൾ വിധവയും. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് അനുകമ്പ തോന്നി കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരിക്കുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈശോ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഭയം എല്ലാവരെയും ഗ്രസിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും സമീപ പ്രദേശങ്ങളിലും പരന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈശോ മരണമടഞ്ഞ ഒരു യുവാവിന് പുനർജീവൻ നൽകുന്നതാണ്. വിശുദ്ധ ബൈബിളിൽ ഈശോ പുനർജീവൻ നൽകുന്ന വ്യത്യസ്ത സംഭവമുണ്ട്. ബാലികയായ ഒരുവളെ മരണത്തിൽ നിന്ന് പുനർജീവൻ നൽകുന്നുണ്ട്. യുവാവായൊരു മനുഷ്യന് പുനർജീവൻ നൽകുന്നത് നമ്മൾ ഇന്ന് കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിന് പുനർജീവൻ നൽകുന്നുണ്ട്. ബാലിക മരിച്ച് ഉടനെ ഭവനത്തിൽ പ്രവേശിച്ച് ഈശോ പുനർജീവൻ നൽകുന്നു. യുവാവിനെ മൃതസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന വഴിയില് ഈശോ ശവമഞ്ചത്തിൽ സ്പർശിച്ച് അവന് പുനർജീവൻ നൽകുന്നു. ലാസറിന്റെ മരണത്തിന്റെ 3 ദിവസം കഴിഞ്ഞ് കല്ലറയിലായിരിക്കുമ്പോൾ അവന് പുനർജീവൻ നൽകുന്നു. മരിച്ചവർക്ക് കർത്താവ് പുനർജീവൻ നൽകുന്നത് മരിച്ചവരെയെല്ലാം വീണ്ടും പുനർജീവൻ നൽകുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മരിച്ചവർക്ക് കർത്താവ് പുനർജീവൻ നൽകുന്നു. അതുകൊണ്ട് പുനർജീവൻ ലഭിക്കുവാൻ മരിച്ചവർക്ക് കർത്താവ് പുനർജീവൻ നൽകുന്നത് മരിച്ച എല്ലാവരെയും കർത്താവ് പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവനാണ് അവനെന്ന് പഠിപ്പിക്കാനാണ്. ഈശോ ദൈവമാണ് എന്നതിന്റെ പ്രഘോഷണമാണ് മരണത്തിൽ നിന്ന് പുനർജീവൻ നൽകുന്ന അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് പ്രഖ്യാപിച്ചത്. ദൈവത്തിന് മാത്രമാണ് ജീവന്റെ മേൽ അധികാരമുള്ളത്. അതേസമയം ഈശോ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് ബലഹീനർക്കും അനാഥർക്കും അശരണർക്കും അത്താണിയാകുന്നതിന് വേണ്ടിയാണ്. ഈശോ ഇവിടെ ഈ അത്ഭുതം ചെയ്യുന്നത് അനുകമ്പ തോന്നിയാണ്. തന്റെ ഏക മകൻ മരിച്ച വിധവയോട് അനുകമ്പ. ഈശോയുടെ ദൈവിക ഭാവത്തിന്റെ ഒരു മാനം നമുക്കിവിടെ പ്രത്യേകമായിട്ട് എടുത്തു കാണുവാൻ സാധിക്കും. വിധവയായിരുന്ന ഏകപുത്രൻ മരണമടഞ്ഞ ആ സ്ത്രീയോട് കാണിക്കുന്ന അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുന്ന ഈശോ അനാഥരെയും വിധവകളെയും അശരണരെയും പല വിധത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരെയും അനുകമ്പയോടുകൂടി സമീപിക്കുന്നുണ്ട്. വേദനകളിലും യാതനകളിലും കഷ്ടപ്പാടുകളിലുമൊക്കെ അനുകമ്പയോടുകൂടി കടന്നു വരുന്ന ഈശോയെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം.
അവിടുത്തെ സ്പർശനം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനത്തിലൂടെ നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നു. ഈശോയെ സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.